ഇന്നൊരു ഡേറ്റാണ്. എൻ്റെ വൈഫായിട്ടുള്ളൊരു ഡേറ്റിന് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ടെക്സ് വാലിയിൽ, പെരുന്തുര ഈറോഡ് ഭാഗത്ത് ടെക്സ് വാലിയിൽ ഒരു അക്വാറ്റിക് ഷോ ആണ്. ടിക്കറ്റിന് 80 രൂപയാണ് വരുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടി കയറി, ഞാനും വൈഫും കൂടി. പോകുന്ന വഴിയൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവളാകെ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകുന്നത്. മീൻസ് അവളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം പറയുന്നത് ഈവനിങ് നൈറ്റ് ടൈം മാത്രമാണ് അവൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ എൻജോയ് ചെയ്യുകയാണ് നമ്മൾ പുറത്ത് പോയിട്ട്. പിന്നെ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോട്ടോ ബൂത്ത് പോലെ വെച്ചിട്ടുണ്ട്. താജ്മഹലായിട്ടും ജോഗ് ഫോൾസ് ആയിട്ടും കാശ്മീർ, പിന്നെ ബീച്ചിൻ്റെ മുന്നിൽ പോയിട്ട് ഫോട്ടോ എടുക്കാവുന്ന രീതിയിലും അങ്ങനെ ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ നേരെ ഇനി അക്വാട്ടിക് ഷോയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. നെക്സ്റ്റ് അക്വാട്ടിക് ഷോൻ്റെ എൻട്രൻസ് ആണ് ഇത്. നേരെ കുറേ അക്വേറിയത്തിൽ പലതരം മീനുകൾ, ഗോൾഡ് ഫിഷായിട്ടും സീബ്ര ഫിഷായിട്ടും അങ്ങനെ പല ഫിഷുകളും നമുക്കവിടെ കാണാം. എല്ലാം നമ്മൾ ഒരു വൈഡ് റേഞ്ചിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ടണൽ രൂപത്തിലാണ് നമ്മളവിടെ ടണലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന പോലെയാണ് നമുക്കവിടെ കാണുന്നത്. പിന്നെ ഈ ടണലിൻ്റെ ഉള്ളിലൂടെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. ഏകദേശം ഈ ഗോൾഡ് ഫിഷ് കാര്യങ്ങളൊക്കെ മേൾഭാഗത്താണ് അധികം എല്ലാ ആളുകളും നിൽക്കുന്നത്. എല്ലാ മീനുകളും അതിൻ്റെ മുകളിലേക്ക് അതിനെ കൊണ്ട് ഓളതിനെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ ഇവളത് മെർമെയ്ഡിനെ കാണാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നതെന്നുണ്ടെങ്കിലും ഫുൾ ഇത്രയും നേരമായിട്ട് അവൾ കാണാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു ആളുണ്ടായിരുന്നത്. ഫുള്ള് മീൻ മാത്രമേ ഉള്ളൂ, മീനിനെ മാത്രം കണ്ടു പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ഡൗട്ടിലായിരുന്നു. പക്ഷേ ഏകദേശം ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മെർമെയ്ഡ്സിനെ കണ്ടു. 2 മെർമെയ്ഡ്സ് ഉണ്ടായിരുന്നു. തമിഴിൽ കടൽ കന്നി എന്നാണ് പറയുന്നത്, നമ്മളെ ജലകന്യക. എന്തായാലും അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവർ മനുഷ്യന്മാർ തന്നെയാണല്ലോ. ഇതിൻ്റെ വാട്ടറിൻ്റെ അടിയിൽ വന്നിട്ട് ചെയ്യുന്ന പെർഫോമൻസൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര അപ്രീഷിയേറ്റബിളാണ്. അവരതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരം ഈ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പല കുട്ടികളും വന്ന് നോക്കുന്നുണ്ടായിരുന്നു, പല ഫാമിലിയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എല്ലാവരും വന്ന് കാണുന്നത്. ഞാനും എൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റ് ടൈമാണ് ഒരു മെർമെയ്ഡിനെ കാണുന്നത്, മെർമെയ്ഡ് ഷോ കാണുന്നത്. ഈവൻ എൻ്റെ വൈഫാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആയിരുന്നു കണ്ടത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് രണ്ടാൾക്കുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോടൊക്കെ ഭയങ്കര ഒരു ഇൻറ്ററാക്ട് ചെയ്യുന്ന പോലെ ആയിരുന്നു 2 ജലകന്യകമാരും നിന്നിരുന്നത്. ഈ റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള മെർമെയ്ഡായിരുന്നു ഫുൾ ടൈം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ടുള്ള മെർമെയ്ഡിന് കുറച്ച് ക്ഷീണമായിട്ടാണ് തോന്നുന്നു. ആള് റെസ്റ്റ് എടുക്കാൻ മുകളിലേക്ക് പോയി. അങ്ങനെ ഏകദേശം അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
ഇനി പുറത്ത് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ ഷോപ്പുകളുണ്ട്. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോപ്പുകൾ കാര്യങ്ങൾ ഈ നോർമൽ ഷോപ്പ്സൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. അവൾ എറിഞ്ഞു നോക്കി, ഞാനും എറിഞ്ഞു നോക്കി, രണ്ടാൾക്കും കിട്ടിയില്ല. സ്വാഭാവികം, ഞങ്ങൾക്ക് തീരെ ഒന്നില്ലായിരുന്നു. രണ്ടാമത്തതും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, അതും കിട്ടിയില്ല. പിന്നെ അവളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അതും കിട്ടിയില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വിൻമില്ല് കയറാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഇതിലേറ്റവും കൂടുതൽ അഡ്വഞ്ചർ ആയിട്ടുള്ളത് വിൻമില്ല് തന്നെ ആയതിനെക്കൊണ്ട് അതിൽ തന്നെ കയറാമെന്നുള്ളത് തീരുമാനിച്ചു. 100 രൂപയായിരുന്നു ഇതിൻ്റെ ടിക്കറ്റ് ഫീസ്. നേരെ ഞങ്ങൾ അതിലേക്ക് കയറുമ്പം ഫോണൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. അതിനെക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൽ നിന്ന് റൈഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. എനിവേ ഓക്കെ, അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.